മാക്സിൻ്റെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +2 ട്വൽത്ത് +2 കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സെക്കൻഡ് പോർഷനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ എക്സ്പ്രഷൻസ് ആയിരുന്നു ഫോർ റെപ്രസെൻറ്റിങ് കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. അത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നു. ഓക്കെ, എല്ലാവരും അത് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളാണ് നമ്മുടെ ഈ ഫോളോയിങ് ടോപ്പിക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ കവർ ആവുക. സോ നമ്മൾ അതിനകത്ത് ആദ്യം പറയുന്നത് സോല്യൂബിലിറ്റി എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. സോല്യൂബിലിറ്റി എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് സോല്യൂബിലിറ്റിക്കുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ദി സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ 100 gram ഓഫ് സോൾവെൻറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 100 gram എന്ന് പറയത്തില്ല. പക്ഷേ സോല്യൂബിലിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 100 gram സോൾവെൻ്റ് എടുത്താൽ അതിന് എത്രമാത്രം സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റും എന്ന എബിലിറ്റിയാണ് നമ്മൾ സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ എ എന്നും ബി എന്നും രണ്ട് കമ്പോണൻ്റ് ആണ് വിളിക്കുന്നതെങ്കിൽ ഓക്കെ, എ എന്നും ബി എന്നുമാണ് നമ്മുടെ സൊല്യൂട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എ സൊല്യൂട്ടും ബി സോൾവെൻറ്റുമായിട്ട് എടുത്താണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് സൊല്യൂട്ടിൻ്റെ മാസാണ് ഈ കാണിച്ചിരിക്കുന്നത്, സോൾവെൻറ്റിൻ്റെ മാസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഇരിക്കുന്ന മാസ് ഇത് രണ്ടും എന്തിലാണ്, ഗ്രാമിലോ കിലോഗ്രാമിലോ ആയിക്കോട്ടെ. എങ്ങനെയാണെങ്കിലും നമ്മൾ 100 gram സോൾവെൻറ്റിൻ്റെ സോല്യൂബിലിറ്റി എന്നുള്ള രീതിയിൽ 100 gram സോൾവെൻറ്റിന് എത്രമാത്രം ഡിസോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ സോല്യൂബിലിറ്റി കൊണ്ട് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോല്യൂബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ എക്സ്പ്രഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, മൈറ്റ് ബി നീഡഡ് ഫോർ ഹയർ എക്സാമിനേഷൻസ്. ഈ ഒരു എക്സ്പ്രഷൻസ് ആവശ്യമായിരിക്കും. ഇത്രയും ഗ്രാംസ് ആയിരിക്കും. സപ്പോസ് നമുക്കുള്ളത് 3 gram സൊല്യൂട്ടും 9 gram സോൾവെൻറ്റുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈസ് ഈക്വൽ ടു 33.3 gram, വിച്ച് മീൻസ് നമ്മൾ 100 gram സോൾവെൻ്റ് എടുത്താൽ അതിൽ 33.34 gram എന്തുണ്ടാവും, സോൾവെൻറ്റ് ഡിസോൾവ് ചെയ്യാൻ പറ്റും. കൺസിഡറിങ് ഇപ്പോൾ നമ്മളൊരു സോൾട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ദിസ് ഈസ് ദ കേസ് ഫോർ പൊട്ടാസ്യം ക്ലോറൈഡിന് ഇതായിരിക്കും സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡ് വാട്ടർ സൊല്യൂഷനകത്ത് KClH2O സൊല്യൂഷൻ്റെ സോല്യൂബിലിറ്റിയുടെ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെ സോല്യൂബിലിറ്റി എന്ന് പറയുന്നത് 100 gram സോൾവെൻറ്റ് നമ്മൾ എടുത്താൽ 33.34 gram സൊല്യൂട്ടിനെ അതിന് ഡിസോൾവ് ചെയ്യാൻ പറ്റും. ആ ഒരു മെഷറാണ് നമ്മൾ സോല്യൂബിലിറ്റി എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സോല്യൂബിലിറ്റി പറയുമ്പോൾ 2 ഫാക്ടേഴ്സാണ് നമ്മൾ എടുത്ത് പറയുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സോളിഡ് ഇൻ ലിക്വിഡ്, അതായത് നമ്മൾ ആദ്യത്തെ സോല്യൂബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത് പോളാർ ആയിട്ടുള്ള സൊല്യൂട്ടുകൾ പോളാർ ആയിരിക്കുന്ന സോൾവെൻറ്റുകളിൽ മാത്രമേ ഡിസോൾവ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ നോൺ പോളാർ ആയിട്ടുള്ള സൊല്യൂട്ടുകൾ നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻറ്റിൽ മാത്രമേ ഡിസോൾവ് ആവുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡിന് NaCl+H2O വി വിൽ ഗെറ്റ് എന്ത് കിട്ടും, നമുക്ക് ബ്രൈൻ സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ബ്രൈൻ സൊല്യൂഷൻ. ഒരു സോൾട്ട് സൊല്യൂഷനെ നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് വിളിച്ചു. എന്നാൽ നാഫ്തലീൻ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ആന്ത്രാസീൻ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ട് ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഒരു കാരണവശാലും ഈ നാഫ്തലിൻ ഈ വാട്ടറിലോ സോഡിയം ക്ലോറൈഡ് ആന്ത്രാസീനിലോ ഡിസോൾവ് ആകത്തില്ല. വിച്ച് മീൻസ് പോളാർ ആയിട്ടുള്ള സോൾവെൻറ്റുകൾ പോളാർ ആയിരിക്കുന്ന സൊല്യൂട്ടുകളിൽ പോളാർ ആയിരിക്കുന്ന സൊല്യൂട്ട് പോളാർ ആയിരിക്കുന്ന സോൾവെൻറ്റിലും നോൺ പോളാർ ആയിരിക്കുന്ന സൊല്യൂട്ട് നോൺ പോളാർ ആയിരിക്കുന്ന സോൾവെൻറ്റിലും മാത്രമേ ഡിസോൾവ് ആവുകയുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാവുന്ന ഒരു ഇക്വേഷനാണ് സോൾവെൻറ്റ് പ്ലസ് സൊല്യൂട്ട് ഗീവ്സ് സൊല്യൂഷൻ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ സൊല്യൂട്ട് പ്ലസ് സൊല്യൂട്ട് 1 പ്ലസ് സൊല്യൂട്ട് 2 എന്ന് പറയുന്ന കേസ് കോമൺ ആയിട്ട് നമ്മൾ സൊല്യൂട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോൾവെൻറ്റ് എന്ന് പറയുന്ന എല്ലാ സോൾവെൻറ്റുകളെയും നമ്മൾ സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നു. ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ സോൾവെൻറ്റ്സ് ഉണ്ടാവും. ബട്ട് ഹിയർ ഇൻ ദിസ് ചാപ്റ്റർ വി ഓൺലി ഡീൽ വിത്ത് ബൈനറി സൊല്യൂഷൻസ്. നമ്മൾ ബൈനറി സൊല്യൂഷൻസിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. അടുത്ത ടേം എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, എന്താണ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ്. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പം ഉദാഹരണത്തിന് നമ്മൾ സോൾട്ട്, ഇപ്പം നമ്മൾ വീട്ടിൽ സോൾട്ട് വാട്ടർ ഉണ്ടാക്കത്തില്ല. നമ്മൾ സോൾട്ട് വാട്ടർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നാരങ്ങ വെള്ളത്തിന് ഷുഗർ ഇടുകയാണെന്ന് വെച്ചോ. അപ്പം നമ്മൾ
ഷുഗർ ഇട്ട് കുറേ നേരം മിക്സ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഷുഗർ മിക്സ് ചെയ്താലും ഈ ഇരിക്കുന്ന ഷുഗർ എന്താണ് ആ വാട്ടറിലേക്ക് ഡിസോൾവ് ആകത്തില്ല. മീൻസ് എന്തോ ഒരു ലിമിറ്റ് ആ ഷുഗറിൻ്റെ കേസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷുഗർ നമ്മൾ ആഡ് ചെയ്താലും ഒരു വ്യത്യാസവും ആ സൊല്യൂഷൻ ഉണ്ടാകത്തില്ല. ജസ്റ്റ് അടിഞ്ഞ് കിടക്കുക. നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയോ, സോൾട്ട് എടുത്തോ ഷുഗർ എടുത്തോ, നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നമ്മുടെ റൂമിൽ എന്താണ് നമ്മൾ അടുക്കളയിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇരിക്കുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അടുക്കളയിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ആ ഇരിക്കുന്ന പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് മാത്രമേ എന്താകത്തുള്ളൂ, ഡിസോൾവ് ആകത്തുള്ളൂ. ആ ഇരിക്കുന്ന ടൈമിലുള്ള സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് അതിനൊരു ലിമിറ്റ് കഴിഞ്ഞു, ഇനി അത് കൂടുതൽ സൊല്യൂട്ട് സോൾവെൻറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടെമ്പറേച്ചർ ചേഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ പ്രഷർ ചേഞ്ച് കൊടുക്കുക. അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഇനി അങ്ങോട്ട് പറയും. പ്രഷർ ചേഞ്ച് ചെയ്യാൻ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ, രണ്ടിനും കാര്യമുണ്ട്. ബട്ട് ദർ ഇസ് എ തിങ്, എന്താണെന്ന് ഞാൻ പറയാം. ഇനി അങ്ങനെയല്ല, ഇനി ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇനിയും ആകാം. അപ്പോൾ സാച്ചുറേറ്റഡ് അല്ലാത്തൊരു സൊല്യൂഷനെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സാച്ചുറേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒരു ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ്. മേ ബി ലാബുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ കേൾക്കാം സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിറ്റിക്കലി അത് സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. പക്ഷേ പ്രാക്ടിക്കലി, അതായത് നമ്മുടെ പേപ്പറിൽ കാൽക്കുലേറ്റഡ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതിൻ്റെ സാച്ചുറേഷൻ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അല്ലാതെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടി സൊല്യൂട്ട്, അത് ഞാൻ എഴുതിയിട്ടില്ല, കാര്യം അത് ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ് കേട്ടോ, പഠിക്കണമെന്നില്ല. അപ്പോൾ കുറച്ചുകൂടി സൊല്യൂട്ട് നമ്മൾ കൂടുതൽ അതിനകത്ത് എന്താണ് ആഡ് ചെയ്യാൻ പറ്റും പ്രാക്ടിക്കലി, തിയറിറ്റിക്കലി അല്ല പ്രാക്ടിക്കലി. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, ഡൈല്യൂട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ്. ഉദാഹരണം നമ്മുടെ ലാബിലിരിക്കുന്ന ആസിഡ്. അപ്പോൾ ആ ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. വാട്ടർ ആഡ് ചെയ്യുന്നതായിട്ട് മാറും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് ആ ഇരിക്കുന്ന കമ്പോണൻറ്റ് മാത്രം 100% കോൺസെൻട്രേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും, അതല്ല അതിനകത്ത് വാട്ടറിൻ്റെ അംശം അല്ലെങ്കിൽ മറ്റൊരു സോൾവെൻറ്റിൻ്റെ അംശം കൂടുതലാണെങ്കിൽ, സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതിനെയാണ് ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റഡ് എന്നും, സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലെങ്കിൽ അതിനെ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് എന്നും നമ്മൾ വിളിക്കുന്നു. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ രണ്ട് കാര്യം പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുമ്പോഴേ കുറയ്ക്കുമ്പോഴും അനുസരിച്ചിട്ട് ഈ ഇരിക്കുന്ന എന്താണ് സോലിബിലിറ്റി കൂടുകയോ കുറയോ എന്നുള്ള കാര്യമാണ് നമ്മൾ എന്തിൽ പറയുന്നത്, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എപ്പോഴും ഫോളോ ചെയ്യുന്ന ലേ ഷാറ്റ്ലെയർ പ്രിൻസിപ്പിൾ ആണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലേ ഷാറ്റ്ലെയർ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടെക്നിക്കലി സൊല്യൂഷൻസിൻ്റെ റിയാക്ഷൻസ് രണ്ട് ടൈപ്പാണ്. എന്തൊക്കെയാണ് നമുക്ക് രണ്ട് ടൈപ്പുള്ള റിയാക്ഷൻസ്? നമുക്ക് ഹീറ്റ് എടുത്ത് കംപ്ലീറ്റ് ആവുന്ന റിയാക്ഷൻസിനെ എൻഡോതെർമിക് എന്നും ഹീറ്റ് പുറത്ത് വിടുന്ന റിയാക്ഷൻസിനെ എക്സോതെർമിക് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഹീറ്റ് അകത്തോട്ട് എടുക്കുന്ന പ്രോസസ്സുകളെ എൻഡോതെർമിക് എന്നും ഹീറ്റ് പുറത്ത് വിടുന്ന പ്രോസസ്സുകളെ എക്സോതെർമിക് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എൻഡോതെർമിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സൊല്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച്, ദിസ് ഈസ് ദി വാല്യൂ. അതായത് ഡെൽറ്റ എച്ച് സൊല്യൂഷൻ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എക്സോതെർമിക് റിയാക്ഷൻസ് ആണെങ്കിൽ എന്താണ്, ഈ ഇരിക്കുന്ന വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. മീൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് ഈ ഇരിക്കുന്ന കേസിലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഈ ഇരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ, ആ ഇരിക്കുന്ന കേസിൽ സോലിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സോലിബിലിറ്റി കൂടും. ഉദാഹരണം എന്താണ്, സോൾട്ട് പ്ലസ് വാട്ടർ H2. ആ ഒരു എക്സാമ്പിൾ നമുക്ക് ചിന്തിച്ചാൽ മതി. അത് എൻഡോതെർമിക് പ്രോസസ്സാണ്, ഹീറ്റ് എടുത്തിട്ട് മാത്രമേ നടക്കത്തുള്ളൂ. വിച്ച് സോലിബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. എക്സോതെർമിക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, സോലിബിലിറ്റി കുറയും. അപ്പോൾ ഈ കേസിൽ എന്താണ്, സോലിബിലിറ്റി എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻസിൽ ഇൻക്രീസ് ചെയ്യാണ് ഹീറ്റ് കൂടുമ്പോൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, സോലിബിലിറ്റി എന്ന് പറയുന്നത് എന്താ സംഭവിക്കുക, ഇവിടെ അത് കുറയും. ഈ ഒരു കാര്യമാണ് ലേ ഷാറ്റ്ലെയർ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ 2-3 സ്ഥലത്ത് ലേ ഷാറ്റ്ലെയർ പ്രിൻസിപ്പിൾ ഉപയോഗിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കൃത്യമായിട്ട് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത്, അപ്പം
അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പ്രഷറിൻ്റെ എഫക്റ്റ് എന്താണെന്നാണ്. നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് ആണെങ്കിൽ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിൽ പ്രഷറിന് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഇല്ല. പ്രഷർ ഇൻക്രീസ് ചെയ്താലും പ്രഷർ ഡിക്രീസ് ചെയ്താലും എന്താണ് സോൾട്ട് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന സൊല്യൂഷൻസിന് ഒരു തരത്തിലുള്ള ചേഞ്ച് സംഭവിക്കത്തില്ല. ബട്ട് ദെയർ മേ ബി എഫക്റ്റ് ഇൻ അതർ കേസസ്. ബട്ട് എന്താണ് ഈ ഇരിക്കുന്ന കേസുകളിൽ അതിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാവത്തില്ല. അപ്പോൾ പ്രഷർ ഹാസ് നോ എഫക്റ്റ് ഇൻ ദ കേസ് ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻസ്. പക്ഷേ അത് മറ്റൊരു സ്ഥലത്ത് എഫക്റ്റ് ചെയ്യും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. അതായത് ഗ്യാസിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്യാസുകൾ നമുക്കറിയാവുന്ന എന്താണ് ഓക്സിജൻ. ഇപ്പം എന്താണ് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ. അപ്പോൾ ആ ഒരു കേസ് എന്ന് പറയുന്നത് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർ വാട്ടർ ആനിമൽസ്, അതായത് എന്താണ് ഫിഷസ്, അതുപോലെ തന്നെ പ്ലാന്റ്സ്. അപ്പോൾ ഇവർക്കൊക്കെ പ്ലാന്റ്സിന് ഓക്സിജൻ അല്ല, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ബട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റിൽ ഗ്യാസ്. ഓക്കെ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ മേ ബി റിക്വയർഡ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ചിന്തിക്കുക. അപ്പോൾ എന്തായാലും വെച്ചാൽ അപ്പോൾ ആ ഇരിക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഡിസോൾഡ് ആയിട്ടുള്ള ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ അക്വാട്ടിക് ലൈഫിന് സ്ട്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഇരിക്കുന്ന ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ കേസിൽ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞിരുന്നത്, ദേ ഹാവ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പം ഇവിടുത്തെ കേസിൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക പ്രഷറിനാണ്. ഓക്കെ, പ്രഷറിനാണ് ഈ ഇരിക്കുന്ന ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന കാര്യത്തിന് എഫക്റ്റ് ഉണ്ടാവുക. ഉദാഹരണം ഞാൻ ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഒരു ബീക്കർ എടുക്കുകയാണ്. ഓക്കെ, ഒരു ബീക്കർ എടുക്കുകയാണ്. അപ്പോൾ ആ ബീക്കറിനകത്ത് ഒരു വാട്ടർ ഉണ്ട്. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യുകയാണ് H2O നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഓക്സിജൻ ഗ്യാസ് നിറച്ചിരിക്കുക കേട്ടോ. നല്ല രീതിക്ക് ഓക്സിജൻ ഗ്യാസ് നിറച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ഞാൻ ഒരു പ്ലഞ്ചർ എന്ന് വെച്ചിരിക്കും. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പ്ലഞ്ചർ എന്നാണ് പറയുന്നത് വെച്ചാൽ. ഓക്കെ, ഒരു പ്ലഞ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് നമുക്ക് പ്രസ് ചെയ്യാനും പറ്റും, പാകത്തുള്ള സാധനത്തിനെ പുറത്തേക്ക് വിടത്തുമില്ല. ഇപ്പോൾ ഈ പ്ലഞ്ചറിൻ്റെ മുകളിൽ ഞാൻ കൊടുക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് W1 എന്ന് പറയുന്നൊരു വെയിറ്റ് മാത്രം, അല്ലെങ്കിൽ ഒരു W എന്ന് പറയുന്നൊരു വെയിറ്റ് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ വെയിറ്റ് കൊടുക്കുമ്പോൾ ഈ ഇരിക്കുന്ന എന്താണ് ഈ O2ന് H2ലോട്ട് മിക്സ് ആവും. ഒരു ചെറിയ മോഡൽ മിക്സ് ആയെന്ന് വെച്ചോ. അതേ കണക്ക് തന്നെ ഈ പ്ലഞ്ചറിൽ ഞാനിപ്പോൾ ഈ W ഇട്ടിരിക്കുന്നതിന് പകരം ഞാൻ എന്താണ് ഒരു 3W കൊടുത്തു. അതായത് ഒരു 3 ഇരട്ടി വെയിറ്റിലേക്ക് ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഇരിക്കുന്ന ഓക്സിജൻ്റെ ലെവൽ കുറച്ചും കൂടി അങ്ങ് താഴും. മീൻസ് ഈ ഇരിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ് കുറച്ചുകൂടി ഈ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യും. അതിൻ്റെ മീനിങ് ഒന്നേ ഉള്ളൂ, പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്യാസ് ഇൻ ലിക്വിഡിൻ്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ആ ഒരു എന്താണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം കൊണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഒരുപാടല്ല 1-2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് ഞാൻ വഴിയെ പറയാം. ബട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് വെച്ചുകൊണ്ടാണ് നമ്മളൊരു ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഇരിക്കുന്ന ലോയുടെ പേരാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഹെൻറീസ് ലോയ്ക്ക് ഒരുപാട് എന്താണ് പറയുക, ഹെൻറീസ് ലോയ്ക്ക് ഒരുപാട് തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് കുറേ അധികം എക്സ്പ്ലനേഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബട്ട് കറക്റ്റായിട്ട് നമ്മൾ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡെഫിനിഷനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനൽ എക്സ്പ്രഷൻ കിടപ്പുണ്ട്. ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്, അതായത് വേപ്പർ ഫേസിൽ നിൽക്കുന്ന ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ. അതായത് ഗ്യാസിൻ്റെ നമ്മൾ സൊല്യൂഷൻ ഫേസിൽ നിൽക്കുന്ന ഗ്യാസിൻ്റെ എന്താണ് മോൾ ഫ്രാക്ഷനിൽ ഈക്വൽ ആണ്, ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ എ വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻസ്. അതായത് പാർഷ്യൽ പ്രഷർ സ്മോൾ p ആണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന സാധനം ഏത് ഫേസിലാണ്, വേപ്പർ ഫേസിൽ നിൽക്കുന്ന കേസിൽ വേപ്പർ ഫേസിലാണ് ഈ പ്രഷർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്തിനു ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ്, ഈ ഇരിക്കുന്ന സൊല്യൂഷനിലുള്ള കൃത്യമായിട്ട് ഞാൻ എന്താണ് സൊല്യൂട്ടിനെയാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ സൊല്യൂട്ടാണ് ഗ്യാസ് എന്ന് കൺസിഡർ ചെയ്താൽ സൊല്യൂട്ടിൽ ഏന്ന് വേണമെങ്കിൽ വിളിക്കാം. ബട്ട് ജനറലൈസേഷൻ വീൽ കൺസിഡർ ഓൺലി എക്സ്. ഓക്കെ, ആ ഇരിക്കുന്ന എക്സിന് ഡയറക്ട്ലി പ്രപ്പോർഷനിലായിരിക്കും വേപ്പർ ഫേസിൽ നിൽക്കുന്ന ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫേസിൽ നിൽക്കുന്ന
സൊല്യൂഷൻ ഫേസിൽ നിൽക്കുന്ന ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷനിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ് ഈ ഇരിക്കുന്ന ലോ ആണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ എന്ന് പറയുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈയും KH എന്ന് പറയും. ഇതിൻ്റെ പേരാണ് എന്താണ് ഈ ഇരിക്കുന്ന ടേമിന് വിളിക്കുന്ന പേരാണ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ ഹെൻറീസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പല രീതിക്കും പലതാണ്. ആൻഡ് ഇറ്റ് ആൾസോ ഹാസ് എ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ടു. ടെമ്പറേച്ചറിനനുസരിച്ച് ചെറിയ ചേഞ്ചും വരാറുണ്ട്. പല ഗ്യാസുകളും പല ടെമ്പറേച്ചറിലാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണത്തിന് ഹെൻറീസ് ലോയുടെ കോൺസ്റ്റന്റ് പറയും. ഇനി ഒരു ഹെൻറീസ് ലോയുടെ യൂണിറ്റ് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഹെൻറീസ് ലോയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ ഹെൻറീസ് ലോയുടെ യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ പറയുന്നത്. ബട്ട് ടെക്നിക്കലി നമ്മൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് K ബാറാണ്, കിലോ ബാറായിട്ടാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ ഹെൻറീസ് ലോയുടെ കോൺസ്റ്റൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂസ് നമുക്ക് കോമൺ ആയിട്ട് ഇതിൻ്റെ വാല്യൂസ് കാണാതെ പഠിച്ച് വെക്കണം നിർബന്ധമില്ല. കാരണം യൂഷ്വലി ക്വസ്റ്റ്യൻസിനകത്ത് ഈ ഒരു വാല്യൂസ് നമുക്ക് തരുന്നതാണ്. ക്വസ്റ്റ്യൻസിനകത്ത് ഹെൻറീസ് ലോ ചോദിച്ചൊരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തരും. ചിലപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഹെൻറീസ് ലോയുടെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിരിക്കും പ്രോബ്ലം തരിക. ഇനി അഥവാ എന്താണ് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാനോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഹെൻറീസ് ലോയുടെ വാല്യൂ നമ്മുടെ നോട്ട്ബുക്ക് ടെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഹെൻറീസ് ലോ പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. 3 ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഹെൻറീസ് ലോയ്ക്കുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. 3 ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഞാൻ എന്താണ് പറയുക? സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് തന്നെ പറയാം. എന്താണ് നമ്മൾ സോഡ കഴിക്കാറില്ല. സോഡയ്ക്കകത്ത് എന്താണ് മിക്സ് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഈ ഹെൻറീസ് ലോയുടെ ആ ഒരു പാർഷ്യൽ പ്രഷറിൻ്റെ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. ഈ ഇരിക്കുന്ന വേപ്പർ ഫേസിൽ അതിൻ്റെ പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ എന്താ സംഭവിക്കുക? സൊല്യൂഷൻ ഫേസിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ ഇരിക്കുന്ന ഈ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇരിക്കുന്ന പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. വിച്ച് ഇൻ ടേൺസ് ഇൻക്രീസസ് ദി മോൾ ഫ്രാക്ഷൻ, വിച്ച് ഇൻ ടേൺസ് ഇൻക്രീസസ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ സോഡ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയുന്ന അണ്ടർ വാട്ടറിൽ ഒരുപാട് താഴേക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെന്ന് പറയുന്നത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ് ഗ്യാസ്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടറിൻ്റെ അടിയിലുള്ള പ്രഷർ എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് പ്രോപ്പറായിട്ട് അവർക്ക് ബ്രീത്ത് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചധികം ഡിഫിക്കൽട്ടാണ്. അപ്പം ആ ഒരു കേസിൽ സത്യം പറഞ്ഞാൽ അവർ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന കേസിൽ നമ്മൾ ആ ഒരു കേസിൽ പറയും കൃത്യമായിട്ട് അവർക്ക് എന്താണ് ഡിസോൾവ്ഡ് ഓക്സിജനെ കൃത്യമായി ആ ഇരിക്കുന്ന പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് അവർക്ക് എന്താണ് ഹാർട്ട് ബീറ്റ് പ്രോപ്പർ ആവത്തില്ല. വിച്ച് ഇൻ ടേൺസ് ക്രിയേറ്റ് സിറ്റുവേഷൻസ് ലൈക്ക് ബെൻഡ് പോലുള്ള സിറ്റുവേഷൻസ്. ബെൻഡ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ ടേമാണ്. ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവും ബെൻഡ്. അപ്പോൾ അത് വളരെയധികം പെയിൻഫുള്ളും ഡേഞ്ചറസുമാണ്. അപ്പോൾ ആ ഒരു കാര്യം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂബ ഡൈവേഴ്സിൻ്റെ ഗ്യാസ് നമ്മൾ ആ പറയുന്ന ഓക്സിജൻ ടാങ്കിനകത്ത് ഈ ഒരു ലെവലിലായിരിക്കും 56.2% നൈട്രജൻ, 32.1% ഓക്സിജൻ. ഈ ഒരു വാല്യൂവിലായിരിക്കും എന്താണ് അവരുടെ ടാങ്ക് നിർമ്മിക്കുക. അപ്പോൾ ഈ ഇരിക്കുന്ന കാര്യത്തിന് എന്താണ് ഈ ഇരിക്കുന്ന രണ്ടധികം കാര്യങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഈ ഇരിക്കുന്ന ഹൈ പ്രഷർ ഇൻ അണ്ടർ വാട്ടർ ആ ഇരിക്കുന്ന ഒരു കാര്യത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ എന്താണ് അവരുടെ ലൈഫിൻ്റെ റിസ്ക് വളരെയധികം കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ മൗണ്ടൻസിലേക്ക് ക്ലൈംബ് ചെയ്യുമ്പോൾ വളരെയധികം ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലേക്ക് ക്ലൈംബ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് പോകുമ്പോൾ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും അല്ലേ? അതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും. സോ ഈ ഇരിക്കുന്ന ലോ ആയിട്ട് ലോ ആയിട്ട് ഈ ഇരിക്കുന്ന ഡിസോൾഡ് ഓക്സിജൻ കുറവാകുമ്പോൾ ഈ ഇരിക്കുന്ന മൗണ്ടെയിനിലേക്ക് കയറി പോകുന്ന ആളുകൾക്ക് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പ്രോസസ് ചെയ്തെടുക്കാനോ അവർക്ക് കൃത്യമായിട്ട് പറ്റത്തില്ല. അവർ നന്നായിട്ട് വീക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ അനോക്സിയ എന്ന് പറയുന്നൊരു ടേം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഇനി ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഫുഡ് കുക്ക് ചെയ്യുക. മീൻസ് എന്തായിരിക്കും, ഹിമാലയത്തിൽ നിങ്ങളുടെ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഹിമാലയത്തിൽ നമ്മൾ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 70 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അത് എന്താണ് ഈ ഹിമാലയത്തിലെ വെള്ളം ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി സെൽഷ്യസ് മാത്രം മതി എന്തിന് ഇരിക്കുന്ന ടെമ്പറേച്ചർ ആ 70 പ്രിസൈസ്ലി 74 ആയി 74 ഡിഗ്രി സെൽഷ്യസ് കൊണ്ട് ആകുമ്പോഴേക്കും വെള്ളം പ്രോപ്പറായിട്ട് തിളയ്ക്കും. അപ്പോൾ ആ ഒരു കേസ് കൊണ്ടാണ് ഇതൊരു ആപ്ലിക്കേഷനാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ആ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുക, ഇത്രയും വെള്ളം തിളയ്ക്കുമ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കാര്യം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ആ ഇരിക്കുന്ന ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന സാധനത്തിന് താത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു കേസിലാണ് നമ്മളവിടെ പ്രഷർ കുക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. വിച്ച് എന്താണ് അകത്തുള്ള പ്രഷറിനേക്കാൾ വളരെ വ്യത്യസ്തമായ പ്രഷർ അകത്ത് കീപ്പ് ചെയ്തിട്ട് അതിനകത്താണ് എന്താണ് ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു എന്താണ് പ്രഷർ കുക്കറിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ കൊണ്ടുപോകും. ഞാൻ ആദ്യം പറഞ്ഞ 3 മതി. എന്താണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്, സെക്കൻഡ് ആപ്ലിക്കേഷൻ സ്കൂബ ഡൈവേഴ്സ്, തേർഡ് എന്ന് പറയുന്ന മൗണ്ടൻ ക്ലൈമ്പിംഗ്. അപ്പോൾ ഇതാണ് ഹെൻറീസ് ലോഡ് ആപ്ലിക്കേഷൻസ്. ഇനി എന്താണ് എഫക്റ്റ് ഓഫ് പ്രഷർ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താണ്, സിമിലർലി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ് ഈ ലേ ഷാറ്റ്ലെയർ പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് തന്നെയാണ് അവിടെയും പ്രഷറിൻ്റെ എന്താണ് പ്രഷറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയും. പ്രഷറിൻ്റെ ആപ്ലിക്കേഷൻ അല്ല, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൻ്റെ ആപ്ലിക്കേഷൻ ലേ ഷാറ്റ്ലെയർ പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം പറഞ്ഞിരുന്നാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കാം. നമുക്ക് ഇനി ഇതിൻ്റെ ബേസ് ചെയ്തൊരു ചെറിയ പ്രോബ്ലം ചെയ്യാം. ചെറിയ സിമ്പിൾ പ്രോബ്ലമാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം എടുത്തിട്ടുണ്ട്. ഇഫ് N2 ഈസ് ബബിൾഡ് ത്രൂ വാട്ടർ അറ്റ് 293 Kelvin, ഹൗ മെനി മില്ലി മോൾസ് ഓഫ് N2 ഗ്യാസ് ഈസ് റിക്വയർഡ് വുഡ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ N2 ഗ്യാസ് എന്ന് പറയുന്ന വാട്ടറിനകത്ത് ചെറുതായിട്ട് ബബിൾഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ 1 ലിറ്റർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ എത്ര മില്ലി മോൾസ് ഓഫ് നൈട്രജൻ ആവശ്യമാണ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. N2ൻ്റെ വാല്യൂ 0.987 ബാർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹെൻറീസ് ലോയുടെ കോൺസ്റ്റൻറ്റ്, ഹെൻറീസ് ലോയുടെ ബേസിലുള്ള ഇക്വേഷൻ എന്താണ്, പി എന്ന് പറയുന്നത് Pn2 ഈസ് ഈക്വൽ ടു KHN2 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് N2 അല്ലേ. അപ്പോൾ എന്താണ് ഇതിന് എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് N2 എന്ന് പറയുന്നത് എന്താണ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഓഫ് N2 ഇൻറ്റു എക്സിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഇല്ലാതെ P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു N2 നമുക്കറിയാം. ഓക്കെ, അപ്പം ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ പാർഷ്യൽ പ്രഷറാണെന്ന് നമ്മൾ എടുത്തെഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ് കണ്ടുപിടിക്കുന്നത്, എക്സ് ഓഫ് N2 നമുക്ക് ആദ്യം വേണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, Pn2നെ KHN2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ. തന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, 0.987 ബാർ എന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 76.48 ബാർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.29 ഇൻറ്റു 10⁻⁻5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യമാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുക. ഇനി മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ അല്ലേ, H2O. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.29 × 10⁻⁻5 ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് എത്ര ലിറ്റർ വാട്ടറാണ്, 1 ലിറ്റർ വാട്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഈ 1 ലിറ്റർ വാട്ടറിനകത്ത് എത്ര മോൾ, 1 ലിറ്റർ വാട്ടറിനകത്ത് എത്ര മോൾസ് ഉണ്ടാവും വാട്ടറിൻ്റെ, അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ടോട്ടൽ വെയ്റ്റിനെ N എന്ന് പറയുന്ന H2O കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ 1 ലിറ്റർ ഉണ്ടെങ്കിൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് NH2O എന്ന് പറയുന്നത് ആ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കിയാൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 55.5 മോളെന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, 55.5 മോളെന്നാണ് നമുക്ക് കിട്ടിയത്. അതായത് NN2 ഡിവൈഡ് ബൈ NN2 പ്ലസ് 55.5 എന്ന് നമുക്ക് കിട്ടി. ഇത് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും, കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കി. ഈസ് ഈക്വൽ ടു 1.29 ഇൻറ്റു 10⁻⁵. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ അതുകൊണ്ട് ഈ സൈഡ് റബ്ബ് ചെയ്യാണ്. ഇനി ഈ പ്രോബ്ലം ചെയ്യാൻ 2 മെത്തേഡുണ്ട് നിങ്ങൾക്ക്.
രണ്ട് മെത്തേഡും അറിഞ്ഞിരിക്കണം. കാര്യം ചില സമയത്ത് നമുക്ക് അത് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാം, ചില സമയത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഇരിക്കുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. n(n2) n സൂചിപ്പിക്കുക, n സഫിക്സ് ആണ്, ഡിവൈഡഡ് ബൈ n(n2) പ്ലസ് 55.5 ഈസ് ഈക്വൽ ടു 1.29 × 10⁻³ ഓക്കെ ഓക്കെ. ഈ ഒരു കാര്യം ഞാൻ എടുത്തെഴുതി. അപ്പോൾ ഇങ്ങനെ എടുത്തെഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ചെയ്യാൻ പറ്റുന്നത്, ഈ ഇരിക്കുന്ന ഈ ഒരു കാര്യവുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഇരിക്കുന്ന സാധനമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന n(n2) എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന 55.5നേക്കാൾ വളരെയധികം ചെറുതായിരിക്കും. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നൊരു കാര്യം ചിന്തിച്ചാൽ മതി. മില്ലി മോൾസ് എന്ന് പറയുന്ന കേസ് വളരെയധികം ചെറുതാണ്, 10⁻³ ആണ് അതിൻ്റെ ഓർഡർ. ഇൻ ദ കേസ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും ഇത് ശരിയാണ്. ഓക്കെ, ഞാനത് രണ്ട് മെത്തേഡിലും കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു മെത്തേഡുള്ളൂ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് നെഗ്ലക്റ്റ് ചെയ്ത് കളയുകയാണെന്ന് വെച്ചോ. ഓക്കെ, ഞാനത് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഇരിക്കുന്ന ഈ ഒരു കാര്യം ഞാൻ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. ദിസ് ഗീവ്സ് us n2 ഡിവൈഡഡ് ബൈ 55.5 ഈസ് ഈക്വൽ ടു 1.29 × 10⁻³ ദറ്റ് ഈസ് ഈക്വൽ ടു n(n2) എന്ന് പറയുന്നത് എത്ര ആയിട്ട് വരും? 1.29 × 10⁻³ ഇൻറ്റു 55.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 7.16 × 10⁻⁴ മോൾ അല്ലേ? അതായത് 0.716 × 10⁻³ മോൾ എന്ന് നമുക്ക് എഴുതാം. ഇതിനെ ഒരു യൂണിറ്റ് ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പുറത്തോട്ട് ചാടിച്ചു. ഓക്കെ, വിച്ച് വിൽ ഗെറ്റ് 0.716 മില്ലിമോൾസ് എന്ന് നമുക്ക് കിട്ടും. മില്ലിമോൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് എഴുതാം. ഇത് ഒരു എളുപ്പ വഴിയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ എളുപ്പ വഴി എന്നല്ല, ഒരു സിമ്പിൾ മെത്തേഡ് വെച്ചാണ് നമ്മൾ ചെയ്തത്. ഇനി ഇങ്ങനെ ചെയ്യാതെ ഇത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അതിൻ്റെ കാര്യം എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ n(n2) എന്ന് തന്നെ എടുത്തു, ഈസ് ഈക്വൽ ടു n(n2), ഞാനിത് അങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണ്. ഓക്കെ, n(n2) പ്ലസ് 55.5 ഇൻറ്റു 1.29 × 10⁻³ അല്ലേ? 1.29 × 10⁻³ അപ്പം ഒരു കാര്യം നോക്കുക, നിങ്ങൾ ആ ഒരു കാര്യം നോക്കുക. ഇപ്പം ഞാൻ n(n2) ഈസ് ഈക്വൽ ടു 1.29 × 10⁻³ n(n2) ഈസ് ഈക്വൽ ടു ഈ ഇരിക്കുന്ന വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയ വാല്യൂ നമുക്ക് കിട്ടും. എത്രയാണ്? 7.16 × 10⁻⁴ എന്ന് നമുക്കിവിടെ കിട്ടി. ഇനി ഒരു കാര്യം നോക്കുക, ഈ ഇരിക്കുന്ന n(n2) മൈനസ് 1.29 × 10⁻³ n(n2) ഈസ് ഈക്വൽ ടു 7.16 × 10⁻⁴. ഓക്കെ, ഇതിൽ നിന്ന് n(n2) കോമൺ എടുക്കുകയാണ്. n(n2) കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1.29 × 10⁻³ ഈസ് ഈക്വൽ ടു 7.16 × 10⁻⁴. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.1 മൈനസ് 1.29, അതായത് 1.29 × 10⁻³ എന്ന് പറഞ്ഞാൽ 1.29 × 10⁻³ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 0. ഒരു 3 പോയിന്റ് കുത്താം, 0.0129 എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. അതായത് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുകയാണ്, 0.00129 എന്ന് പറയുന്നൊരു കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 0.999 സംതിങ് ആയിരിക്കും നമുക്ക് വരിക. അതായത് വളരെയധികം ചെറിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ ടെക്നിക്കലി നമുക്ക് ഇവിടെ വെച്ച് ഈ ഇരിക്കുന്ന കാര്യം നമുക്ക് നിർത്താൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ നേരത്തെ ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് തന്നെ ഈ വാല്യൂ നെഗ്ലക്റ്റബിൾ ആണ് എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്താണ്, നമുക്കത് സോൾവ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത് സോൾവ് ചെയ്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ n(n2) ഈസ് ഈക്വൽ ടു ഇൻറ്റു ഈ ഇരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.99871 ഈക്വൽ ടു 7.16 × 10⁻⁴. ഓക്കെ, ഞാൻ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ റബ്ബ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ n(n2) എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 7.16 × 10⁻⁴ ദ ഹോൾ ഡിവൈഡഡ് ബൈ 0.99871. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന കാര്യം നമ്മൾ സോൾവ് ചെയ്തും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്
ഇസ് ഈക്വൽ ടു 7.17 എന്ന് നമുക്ക് കിട്ടും. കൃത്യം പറഞ്ഞാൽ 7.169 ആണ്. അതിനെ നമ്മൾ 7.19 ഇൻറ്റു 10⁻⁻4 എന്ന് എഴുതി. അല്ലെങ്കിൽ എത്രയാണ് 0.717 ഇൻറ്റു 10⁻³ ഓർ 0.717 മില്ലിമോൾ. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ എത്രയാണ്? 0.716 മില്ലിമോൾ എന്നാണ് നമുക്ക് കിട്ടിയത്. ബട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ 0.717 എന്ന് നമുക്ക് കിട്ടി. സോ വിച്ച് മീൻസ് ഇതെന്താണ്, വലിയൊരു ഡിഫറൻസ് മേക്ക് ചെയ്യത്തില്ല. ഇത് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ സൊല്യൂട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ വാല്യൂവിനേക്കാൾ വളരെയധികം ചെറുതാണ് എന്നുണ്ടെങ്കിൽ, മീൻസ് ഇപ്പോൾ എന്താണ്, സോൾവെൻ്റ് എന്ന് പറയുന്നത് 1 ലിറ്റർ 2 ലിറ്റർ ഒക്കെ ഉണ്ട്, സൊല്യൂട്ട് എന്ന് പറയുന്നത് 4 ഗ്രാം 10 ഗ്രാമൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിന്തിക്കുക നമുക്ക് ഈ ഒരു നെഗ്ലക്ഷൻ എന്ന് പറയുന്ന കാര്യം നടത്താം. അല്ലാത്ത പക്ഷം നെഗ്ലക്ഷൻ ചെയ്യാതെ നടത്തിയാലും ആൻസറിന് തെറ്റൊന്നും വരത്തില്ല. ബട്ട് കുറച്ചും കൂടി ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ ക്വസ്റ്റ്യനത്ത് കൂടുതൽ ടൈം കളയാൻ നിൽക്കരുത്. ഈ ഒരു മെത്തേഡിനേക്കാൾ മറ്റേ മെത്തേഡാണ് എളുപ്പം. രണ്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സിമ്പിൾ അരിത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കുള്ളത് വേപ്പർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുറച്ചധികം ഈ ക്ലാസ് ഇത്തിരി ലെങ്തി ആയിരുന്നു. ബട്ട് എല്ലാ കാര്യങ്ങളും ഒരു ക്ലാസ്സിൽ തന്നെ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഇത്തിരി ലെങ്തി ആവാൻ കാരണം. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ബാക്കിയുള്ളതെല്ലാം നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.